പുസ്തകം 8 അധ്യായം 5. വിശുദ്ധ ഗബ്രിയേൽ മരണദൂതുമായി എത്തുന്നു. ഈ ആഖ്യായികയുടെ സമാപന ഭാഗങ്ങളിലേക്ക് നാം കടക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മുടെ സ്വർഗീയ ഫീനിക്സ് പക്ഷിയായ പരിശുദ്ധ അമ്മയെപ്പറ്റിയുള്ള സ്മരണകൾ ഹൃദയങ്ങളിൽ ആർദ്രത നിറയ്ക്കുകയും അവളുടെ ഭൗതിക ജീവിതാവസാനത്തിൽ സംഭവിച്ച അത്ഭുതങ്ങളോർത്ത് കണ്ണുകൾ സജലങ്ങളാകുകയും ചെയ്യുന്നു. അവളുടെ ഭക്തരും വിശ്വാസികളുമായവരോട് എനിക്ക് പറയാനുള്ളത്, ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ അവയൊക്കെ കഴിഞ്ഞുപോയതും മറക്കേണ്ടതുമായ കാര്യങ്ങളായിട്ടല്ല എന്നാണ്. എന്തെന്നാൽ വിശ്വാസത്തിന്റെ ശക്തിയാൽ ഈ സംഭവങ്ങളെല്ലാം എപ്പോഴും സത്യമായി തെളിഞ്ഞു നിൽക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ അമ്മ ഭൂമിയിൽ 67 വത്സരങ്ങൾ ജീവിച്ചു. ഈ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും തന്റെ ദൗത്യത്തിൽ ഉദാസീനയായില്ല. അവളുടെ പുരോഗതിക്ക് വേഗം കുറഞ്ഞില്ല. അവളുടെ സ്നേഹാഗ്നി ജ്വാല മങ്ങിയുമില്ല. അവളുടെ അമലോത്ഭവ നിമിഷം മുതൽ ഒപ്പമുണ്ടായിരുന്ന യോഗ്യതകളുടെ സമൃദ്ധി വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു. കർത്താവ് അവളുടെ മേൽ വർഷിച്ച വരദാനങ്ങളാലും നന്മകളാലും അനുഗ്രഹങ്ങളാലും അവൾ ആത്മീയ നിറവണിഞ്ഞ് ശോഭിച്ചു. അവളുടെ നിർമ്മല ഹൃദയത്തിന്റെ കേന്ദ്രം ദൈവം മാത്രമായിരുന്നു. ദൈവസത്തയുമായി ഒന്നായി തീരാനുള്ള അവളുടെ അഭിലാഷം തീവ്രമായിരുന്നു. നിത്യപിതാവ് തന്റെ പ്രിയപുത്രിയെ തിരികെയെടുക്കാൻ കാംക്ഷിച്ചു. പുത്രൻ തന്റെ അമ്മയെയും പരിശുദ്ധാത്മാവ് തന്റെ പ്രിയതമയെയും മാലാഖമാർ തങ്ങളുടെ രാജ്ഞിയെയും സ്വീകരിക്കാൻ കൊതിച്ചു. വിശുദ്ധ ഗണം തങ്ങളുടെ ഗുരുനാഥയ്ക്ക് വേണ്ടി കാത്തുനിന്നു. ആകാശമോക്ഷങ്ങൾ തങ്ങളുടെ ചക്രവർത്തിനിയെ സ്വീകരിക്കാൻ നിശബ്ദം ഒരുങ്ങി നിന്നു. അവളുടെ ആഗമനം അവരെ മഹത്വത്താൽ നിറയ്ക്കുകയും നിത്യസന്തോഷത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യും. എന്നാൽ ഭൂമിയിലെ നമ്മുടെ രാജ്ഞിക്ക് തന്റെ കാലം പൂർത്തിയാക്കേണ്ടതുണ്ടല്ലോ. ദൈവത്തിന്റെ ആലോചനാ സമിതി അമ്മയുടെ ജീവിതത്തിന് അർഹമായ മഹത്വം നൽകാൻ തീരുമാനിച്ചു. എന്തെന്നാൽ അവൾ ദൈവത്തിന്റെ പദ്ധതിയും നിശ്ചയവുമനുസരിച്ച് ഗുരുനാഥയായി സഭയെ നയിച്ചു. അതിനാൽ സർവശക്തനായ ദൈവം അവളെ ആനന്ദിപ്പിക്കാനായി ഭൂമിയിൽ തനിക്ക് അവശേഷിച്ചിട്ടുള്ള സമയം എത്രയെന്നറിയിക്കാനും പ്രവാസകാലത്തിന്റെ സമാപന സമയം എപ്പോഴെന്ന് ബോധ്യപ്പെടുത്താനും തീരുമാനിച്ചു. ഈ ദൗത്യം നിറവേറ്റുന്നതിനായി പ്രധാന മാലാഖയായ ഗബ്രിയേലിനെ നിയോഗിച്ചു. സ്വർഗീയ രാജകുമാരൻ തന്റെ സൈന്യത്തോടൊപ്പം ഭൂമിയിലേക്കിറങ്ങി. ജെറുസലേമിലെ ഊട്ടുശാലയിൽ നിലത്ത് പ്രണമിച്ചു കിടന്ന് പാപികളുടെ മോചനത്തിനായി യാചിക്കുന്ന അമ്മയെ അവർ കണ്ടു. എന്നാൽ അവരുടെ സംഗീതം കേട്ട സാന്നിധ്യം തിരിച്ചറിഞ്ഞ അവൾ മുട്ടിന്മേൽ നിന്നു. സ്വർഗത്തിലെ മുഖ്യദൂതൻ തന്റെ സ്വർഗീയ സൈന്യത്തോടൊപ്പം വെട്ടിത്തിളങ്ങുന്ന വെള്ളി പോലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പ്രത്യക്ഷമായത് കണ്ടു. അവരുടെ സന്ദേശത്തിനായി അവൾ ശ്രദ്ധയോടെ ശ്രവിച്ചു. അവർ ഓരോരുത്തരും കൈകളിൽ കിരീടങ്ങളും കുരുത്തോലകളും കരുതിയിരുന്നു. അവയോരോന്നും ഒന്നിനോടൊന്ന് വ്യത്യസ്തം. ഗബ്രിയേൽ തന്റെ രാജ്ഞിയെ ആവേ മരിയ എന്ന് സംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം തുടർന്നു: ഞങ്ങളുടെ ചക്രവർത്തിനിയായ നാഥേ, സർവശക്തനും പരിശുദ്ധരിൽ പരിശുദ്ധനായവനും തന്റെ സ്വർഗീയ നഭസിൽ നിന്നും ഞങ്ങളെ നിനക്കുള്ള ദൂതുമായി അയച്ചിരിക്കുന്നു. അവിടുന്ന് അറിയിക്കുന്നത് എന്തെന്നാൽ, നിന്റെ ഈ ലോക തീർത്ഥയാത്രയുടെ സന്തോഷകരമായ സമാപന സമയം സമീപിച്ചിരിക്കുന്നുവെന്നും അതുവഴി നിന്റെ പ്രവാസകാലം തീരുന്നുവെന്നുമാണ്. അല്ലയോ നാഥേ, ആ ദിവസവും നാഴികയും സമീപിക്കുകയും അപ്രകാരം നിന്റെ തീവ്രാഭിലാഷങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ നീ പ്രകൃതിയാലുള്ള മരണത്തിന് വിധേയപ്പെട്ട് അനശ്വരവും നിത്യവുമായ ജീവന്റെ ഉടമയായി തീരും. ആ മഹത്വം നിന്റെ ദിവ്യപുത്രന്റെ സ്വർഗീയ സിംഹാസനത്തിന് വലതുഭാഗത്ത് നിന്നെ കാത്തിരിക്കുന്നു. ഇന്നേക്ക് കൃത്യം 3 വർഷം പൂർത്തിയാകുമ്പോൾ നീ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും കർത്താവിന്റെ നിത്യാനന്ദത്തിൽ ഭാഗഭാക്കാകുകയും ചെയ്യും. അവിടുത്തെ സന്നിധിയിൽ എല്ലാ സ്വർഗവാസികളും നിന്റെ സാന്നിധ്യം കാംക്ഷിച്ചിതാ കാത്തിരിക്കുന്നു. പരിശുദ്ധ മറിയം വലിയ സന്തോഷത്തോടെ ഈ സന്ദേശം സ്വീകരിച്ചു. അവൾ ഭൂമിയിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും തിരുവവതാരത്തിന്റെ മംഗളവാർത്ത ശ്രവിച്ച വേളയിൽ മൊഴിഞ്ഞ അതേ വചനങ്ങളാൽ പ്രത്യഭിവാദനം ചെയ്യുകയും ചെയ്തു: ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ലൂക്ക 1:38. തുടർന്ന് അവൾ തനിക്കു ലഭിച്ച ഈ സന്തോഷ വാർത്തയെ പ്രതി നന്ദി പ്രകാശിപ്പിക്കാൻ അത്യുന്നതന്റെ മാലാഖമാരെയും ദാസരെയും ക്ഷണിച്ചു. സെറാഫുകളോടും മറ്റു ബഹുവൃന്ദം മാലാഖമാരോടും ഒപ്പം മാറി മാറി 2 മണിക്കൂർ നീണ്ടുനിന്ന ഒരു സ്തുതിഗീതം അവൾ ആലപിച്ചു. ജ്ഞാനത്താലും വരപ്രസാദത്താലും ഒരു ഗുരുനാഥയ്ക്കടുത്ത നിറവ് അമ്മയ്ക്കുണ്ടായിരുന്നു.
എന്നാൽ മാലാഖമാരിൽ അത് ശിഷ്യർക്കടുത്ത തലത്തിലുമായിരുന്നു. മാലാഖമാരെയും പിന്നിലാക്കുന്ന മഹത്വമായിരുന്നു മാതാവിന് ഉണ്ടായിരുന്നത്. ഇപ്രകാരം സ്തുതിഗീതം സമാപിച്ചപ്പോൾ അവൾ ദിവ്യാരൂപികളോട് ഭൗതിക ജീവിതത്തിൽ നിന്നും അനശ്വരതയിലേക്കുള്ള പ്രയാണത്തിന് വഴി തുറക്കാൻ കർത്താവിനോട് യാചിക്കണമെന്ന് അപേക്ഷിച്ചു. സ്വർഗത്തിലെ വിശുദ്ധരോടും മാലാഖമാരോടും ഈ സഹായ അഭ്യർത്ഥന ആവർത്തിച്ചു. മാലാഖമാർ അവൾക്ക് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. അവളോടുള്ള തങ്ങളുടെ വിധേയത്വം പ്രഖ്യാപിച്ചു. വിശുദ്ധ ഗബ്രിയേൽ തുടർന്ന് വിട പറയുകയും സ്വർഗീയ സൈന്യത്തോടൊപ്പം ഉന്നത മോക്ഷം പുൽകുകയും ചെയ്തു. പ്രപഞ്ചത്തിന്റെ നാഥയായ അമ്മ തന്റെ പ്രാർത്ഥനാ മുറിയിൽ ഏകയായി ധ്യാനത്തിലായി. എളിമയോടും കണ്ണുനീരോടും കൂടി ഭൂമിയെ ചുംബിച്ചും സാഷ്ടാംഗ പ്രണാമം ചെയ്തും അവൾ പറഞ്ഞു, പ്രിയപ്പെട്ട ഭൂമി, നീ അർഹിക്കും വിധം ഞാനിതാ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. എന്തെന്നാൽ എനിക്കർഹതയില്ലാഞ്ഞിട്ടും നീ നിന്റെ മാറിൽ 67 വർഷം എന്നെ ശുശ്രൂഷിച്ചല്ലോ. നീ അത്യുന്നത ദൈവത്തിന്റെ സൃഷ്ടിയാകുന്നു. അവിടുത്തെ ഇച്ഛയനുസരിച്ച് ഇന്നേ വരെ നീ എനിക്ക് പോഷണം നൽകി. ഇനിയുള്ള ശിഷ്ടദിനങ്ങളിലും നീ എന്നെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ യാചിക്കുന്നു. എന്തെന്നാൽ ഞാൻ നിന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതും നിന്റെ മടിയിൽ വളർന്നവളുമാണല്ലോ. നിന്നിൽ നിന്നും നിന്നിലൂടെയും ഞാൻ ഉയർത്തപ്പെട്ട് എന്റെ സ്രഷ്ടാവിന്റെ സൗഭാഗ്യകരമായ ദർശനത്തെ ഞാൻ സ്വന്തമാക്കട്ടെ. മറ്റു സൃഷ്ടികളെയും അവൾ ഇപ്രകാരം സംബോധന ചെയ്തു. അവൾ അവരോട് ഇങ്ങനെ പറഞ്ഞു, അല്ലയോ ആകാശങ്ങളെ, അവയിലെ ഗോളങ്ങളെ, നിങ്ങളും എന്റെ പ്രിയന്റെ കരവേലകളാകുന്നു. നിങ്ങൾ അവന്റെ അത്ഭുത മഹത്വത്തിന്റെയും നിത്യലാവണ്യത്തിന്റെയും വിശ്വസ്ത സാക്ഷികളാണല്ലോ. എന്റെ ജീവനെ സംരക്ഷിച്ച നിങ്ങൾക്കും ഞാനിതാ നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഈ നിമിഷം മുതൽ നിങ്ങളുടെയും സഹായം ഞാൻ തേടുന്നു. എന്തെന്നാൽ ദൈവിക സഹായത്തോടെ എനിക്കായി ബാക്കി വച്ചിട്ടുള്ള ഭൗതിക ജീവിതത്തിന്റെ നാളുകളിൽ ഞാൻ എന്നെ തന്നെ നവീകരിച്ച് എന്റെയും നിങ്ങളുടെയും സ്രഷ്ടാവിനെ വാഴ്ത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യട്ടെ. സ്വർഗയാത്രയ്ക്ക് മുൻപ് പരിശുദ്ധ രാജ്ഞി വിശുദ്ധ സ്ഥലങ്ങളോട് വിട ചൊല്ലാനായി അവിടം സന്ദർശിക്കുന്നതിന് നിശ്ചയിച്ചു. അതിന് അവൾ വിശുദ്ധ യോഹന്നാന്റെ അനുവാദം തേടി. തന്റെ വാസസ്ഥലം വിട്ട് യോഹന്നാനോടും 1000 മാലാഖമാരുടെ അകമ്പടിയോടും കൂടി യാത്രയായി. ആ യാത്രാവേളയിൽ മാലാഖവൃന്ദം കൂടുതൽ ആഹ്ലാദവും പ്രകാശവും ലാവണ്യവും നിറഞ്ഞവരായി കാണപ്പെട്ടു. കാരണം ഇത് തങ്ങളുടെ രാജ്ഞിയുടെ സ്വർഗപ്രവേശന യാത്രയുടെ തുടക്കമായിരുന്നു. അമ്മയാകട്ടെ തന്റെ യഥാർത്ഥ പിതൃരാജ്യം സ്വന്തമാക്കാൻ പുറപ്പെടുന്നതിനുള്ള തയ്യാറെടുപ്പ് എന്ന നിലയിൽ ദൈനംദിന മാനുഷിക ആവശ്യങ്ങളെല്ലാം മാറ്റിവെച്ചു. രക്ഷാകര ദൗത്യത്തിന്റെ വിവിധ ഘട്ടങ്ങൾ ഓർത്തുകൊണ്ട് ഓരോ സ്ഥലവും സന്ദർശിച്ചു. ഓരോ സ്ഥലത്തും അവൾ കണ്ണുനീർ പൊഴിച്ചു. തന്റെ പുത്രൻ അവിടെ വെച്ച് സഹിച്ച പാടുപീഡകൾ ഓർത്തു. തീക്ഷ്ണമായ പരിഹാര പ്രവൃത്തികളും സ്നേഹത്തിന്റെ അനുഷ്ഠാനങ്ങളും ചെയ്തു. ഭാവിയിൽ ഈ സ്ഥലങ്ങളിൽ തീർത്ഥാടകരായി വരാൻ പോകുന്ന വിശ്വാസികൾക്കായുള്ള മധ്യസ്ഥ പ്രാർത്ഥനകളും അവൾ അർപ്പിച്ചു. കാൽവരി മലയിൽ അവൾ കൂടുതൽ സമയം ചെലവഴിച്ചു. അവിടെ തന്റെ പുത്രന്റെ മരണത്തിലൂടെ തിരികെ കൊണ്ടുവരപ്പെട്ട ആത്മാക്കൾക്കായി പ്രാർത്ഥിച്ചു. ഇവിടെ അർപ്പിക്കപ്പെട്ട പ്രാർത്ഥനയുടെ തീവ്രത മൂലം അവൾക്ക് മരണം തന്നെ സംഭവിക്കാമായിരുന്നു. അവിടെ ദൈവത്തിന്റെ ശക്തി അവളെ സംരക്ഷിച്ചു. ഈ വിടവാങ്ങൽ വേളയിൽ വിശുദ്ധ സ്ഥലങ്ങൾക്ക് കാവലാളുകളായിരുന്ന മാലാഖമാരോടും വിശുദ്ധ യോഹന്നാനോടും അവൾ യാത്രയ്ക്ക് മുൻപുള്ള ആശീർവാദം യാചിച്ചു. അതിനുശേഷം തന്റെ പ്രാർത്ഥനാ സങ്കേതത്തിൽ മടങ്ങിയെത്തി. താൻ ഏറ്റവും സ്നേഹിച്ച സ്ഥലങ്ങളെപ്പറ്റി ഓർത്ത് സ്നേഹവായ്പിന്റെ അശ്രുധാരയൊഴുക്കി. ഭൂമിയിൽ പ്രണമിച്ച് ഭൂമിയിൽ ചുംബിച്ചുകൊണ്ട് തന്റെ ഹൃദയത്തിൽ നിറഞ്ഞൊഴുകിയ മറ്റൊരു പ്രാർത്ഥന ആലപിച്ചു. ഇത് തിരുസഭയ്ക്ക് വേണ്ടിയുള്ളതായിരുന്നു. ഏറെ സമയം ഈ പ്രാർത്ഥന തുടർന്നു. അതിന്റെ പരമകാഷ്ഠയിൽ അവൾക്ക് അമൂർത്തമായ ദൈവദർശനം ലഭിച്ചു. ആ ദർശനവേളയിൽ കർത്താവ് അവളുടെ പ്രാർത്ഥന കേട്ടതായി അറിയിച്ചു. തിരുസഭയോട് വിടവാങ്ങാൻ അനുവാദം ചോദിച്ചുകൊണ്ട് കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു: അത്യുന്നതനായ ദൈവമേ, തന്റെ വിശുദ്ധരുടെയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെയും നിയന്താവേ, ഞാൻ പരിശുദ്ധ സഭയുടെ മകളാകുന്നല്ലോ. നിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ടവളാണ് ഞാൻ. ഈ സഭയാകുന്ന സ്നേഹമയിയായ അമ്മയോടും അവളുടെയും നിന്റെയും മക്കളായ എന്റെ സഹോദരരോടും യാത്ര പറയാൻ എന്നെ അനുവദിക്കുക. കർത്താവിന്റെ അനുവാദം തനിക്ക് ലഭിച്ചെന്നവൾക്ക് ഉറപ്പ് നൽകപ്പെട്ടു. അതിനെ തുടർന്ന് സന്തോഷാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു: വരും കാലങ്ങളിൽ റോമാസഭ എന്നറിയപ്പെടാൻ പോകുന്ന പരിശുദ്ധ കത്തോലിക്ക സഭ എന്റെ അമ്മയും നാഥയുമാകുന്നു. എന്റെ ആത്മാവിന്റെ യഥാർത്ഥ നിധിയാകുന്നു.
എന്റെ പ്രവാസകാലത്ത് എന്റെ ഏക ആശ്വാസം നീയായിരുന്നു. എന്റെ അഭയവും കഷ്ടതകളിൽ ആശ്വാസവും വിശ്രമവും ഉല്ലാസവും എന്റെ പ്രത്യാശയും ആനന്ദവും നീയായിരുന്നു. എന്റെ വഴിയിൽ നീ എന്നെ താങ്ങി നടത്തി. നിന്നിൽ ഞാനൊരു തീർത്ഥാടകയായി ചരിച്ചു. എന്റെ പിതൃഗൃഹത്തിലേക്കുള്ള ഈ യാത്രയിൽ എന്നെ നടത്തി. എന്റെ പുത്രനും എന്റെ കർത്താവുമായ യേശുക്രിസ്തുവിലൂടെ വരപ്രസാദത്തിൽ പുനർജനിച്ച് നിന്റെ അംഗമായി തീർന്ന ശേഷം നീ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും ഇതുവരെ പരിപാലിക്കുകയും ചെയ്തിരിക്കുന്നു. അവൻ തന്റെ വിലതീരാത്ത സമ്പത്ത് നിക്ഷേപിച്ചിരിക്കുന്നത് നിന്നിലാകുന്നു. നിന്റെ മക്കൾക്ക് സ്വർഗത്തിലേക്കുള്ള സുരക്ഷിതമായ വഴി നീ ഒരുക്കിയിരിക്കുന്നു. വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള അവരുടെ അപകടം നിറഞ്ഞ ഈ സാഹസയാത്രയിൽ നീ അവരുടെ കാവലാളാകുന്നുവല്ലോ. സകല മനുഷ്യരും ആദരിക്കുന്നവളും സകല രാജ്യങ്ങളുടെയും രാജ്ഞിയും നീയാകുന്നു. കുരിശിന്റെ കഠിനയാതനകൾ, ആകുലതകൾ, വ്യഗ്രതകൾ, നിന്ന അപമാനങ്ങൾ, മരണം ഇവയെല്ലാമാകുന്ന നിധികളെ നീ ഉൾക്കൊള്ളുന്നല്ലോ. എന്തെന്നാൽ അവയെല്ലാം കർത്താവ് തന്നിലൂടെ വിശദീകരിച്ചു. കർത്താവ് അവയെ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട സ്നേഹിതർക്കും ദാസന്മാർക്കുമായി കരുതി വച്ചിരിക്കുന്നു. നീ എന്നെ ആടയാഭരണങ്ങൾ ചാർത്തി വധുവിനെ പോലെ അണിയിച്ചൊരുക്കിയിരിക്കുന്നു. നീ എനിക്ക് സമൃദ്ധിയും സന്തോഷവും പ്രദാനം ചെയ്തു. സമരസഭയായ സന്തോഷവതിയായ എന്റെ അമ്മേ, നീ എത്ര ധന്യയും അളവറ്റ നിധികളെ പേറുന്നവളുമാകുന്നു. എന്റെ ഹൃദയം പൂർണ്ണമായും നിനക്ക് സമർപ്പിച്ചിരിക്കുന്നു. എന്നാലിതാ ഇപ്പോൾ നിന്റെ സ്നേഹസാന്ദ്രമായ സൗഹൃദം വെടിഞ്ഞ് യാത്രയാകാൻ സമയമായിരിക്കുന്നു. നിന്റെ വലിയ സമ്മാനങ്ങൾ പങ്കുവയ്ക്കാൻ എന്നെയും അനുവദിക്കുക. കുഞ്ഞാടിന്റെ രക്തമാകുന്ന ലഹരിയുള്ള വീഞ്ഞിനാൽ ഞാൻ കഴുകപ്പെടട്ടെ. ആ രക്തം നീ സൂക്ഷിച്ചിരിക്കുന്നു. അതുവഴി ലോകം കഴുകി വെടിപ്പാക്കപ്പെടും. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും ഗോത്രങ്ങളെയും നേടിയെടുത്ത് നിനക്ക് സമർപ്പിക്കാൻ ഞാൻ ഒരുക്കമാണ്. അവരും നിന്റെ അമൂല്യ സമ്പത്ത് ആസ്വദിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട ദിവ്യ സമൂഹമേ, എന്റെ അഭിമാനമേ, എന്റെ മഹത്വമേ, ഞാനിതാ എന്റെ നശ്വര ജീവിതത്തോട് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു. എന്നാൽ വരാനിരിക്കുന്ന നിത്യജീവിതത്തിൽ എല്ലാ നന്മകളും നിറഞ്ഞ് ആനന്ദസമ്പന്നമായ അവസ്ഥയിൽ നിന്നെ ഞാൻ കണ്ടെത്തും. ആ നിത്യതയുടെ സ്ഥലത്തു നിന്നും സ്നേഹാർദ്രതയോടെ നിന്നെ ഞാൻ വീക്ഷിക്കും. നിന്റെ ശ്രേയസ്സിനും വിജയത്തിനുമായി പ്രാർത്ഥിക്കും. ഇതായിരുന്നു പരിശുദ്ധ മറിയം ക്രിസ്തുവിന്റെ മൗതിക ശരീരമാകുന്ന പരിശുദ്ധ റോമാ സഭയോട് നടത്തിയ വിടവാങ്ങൽ മൊഴികൾ. ഇത് ശ്രവിക്കുന്നവരെല്ലാം പരിശുദ്ധ അമ്മ തന്റെ മാധുര്യമൂർന്ന കണ്ണുനീരാലും സ്നേഹപ്രകടനങ്ങളാലും എത്രമാത്രം ആദരവും സ്നേഹബഹുമാനങ്ങളുമാണ് സഭയ്ക്ക് നൽകിയതെന്ന് തിരിച്ചറിയും. ഇപ്രകാരം യാത്രാമൊഴി അരുളിയതിനു ശേഷം പരിശുദ്ധ അമ്മ തന്റെ ചാവരുൾ തയ്യാറാക്കാൻ തുടങ്ങി. ഇതു നിർവഹിക്കാനുള്ള ആഗ്രഹം അവൾ പ്രകടിപ്പിച്ചപ്പോൾ കർത്താവ് തന്റെ രാജകീയ സാന്നിധ്യത്തിൽ തന്നെ അതിന് സ്ഥിരീകരണം നൽകി. ഈ കാര്യനിർവഹണത്തിൽ സഹായിക്കാനായി അനേകവൃന്ദം മാലാഖമാരാൽ പരിസേവിതമായി പരിശുദ്ധ ത്രിത്വം തങ്ങളുടെ മകളും പങ്കാളിയുമായവളുടെ പ്രാർത്ഥനാ സങ്കേതത്തിൽ ഇറങ്ങിവന്നു. പരിശുദ്ധ രാജ്ഞി ആരാധനയിൽ മുഴുകി. ആ സമയത്ത് ഒരു ശബ്ദം തന്നോട് സംസാരിക്കുന്നത് കേട്ടു. ഞങ്ങളുടെ തിരഞ്ഞെടുക്കപ്പെട്ട പങ്കാളിയായ നിനക്ക് ഇപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം ചാവരുൾ നിർമ്മിക്കാവുന്നതാകുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ അനന്തശക്തിയാൽ അതിൽ മുദ്ര ചാർത്തുകയും നടപ്പിലാക്കുകയും ചെയ്യും. കുറെ സമയത്തേക്ക് പരിശുദ്ധ അമ്മ തന്റെ അഗാധമായ എളിമയിൽ എല്ലാം മറന്ന് പ്രജ്ഞയറ്റുനിന്നു. അവൾ തന്റെ ഇഷ്ടത്തിനപ്പുറം ദൈവത്തിന്റെ ഇഷ്ടം തേടുകയായിരുന്നു. അപ്പോൾ കർത്താവ് ഏറ്റവും അനുഭാവത്തോടെ അവളുടെ വിനീതമായ ആഗ്രഹം അംഗീകരിച്ചു. പിതാവായ ദൈവം ഇപ്രകാരം അരുളി ചെയ്തു: എന്റെ മകളെ, നിന്റെ ഇഷ്ടം എനിക്ക് പ്രിയങ്കരവും സ്വീകാര്യവുമാകുന്നു. സകല യോഗ്യതകളും നന്മകളും നിന്നിൽ ഞാൻ കാണുന്നു. അതുകൊണ്ട് നിന്റെ ആഗ്രഹങ്ങളെയെല്ലാം ഞാൻ ആശീർവദിച്ചിരിക്കുന്നു. ഇപ്രകാരം തന്നെ അവളുടെ പുത്രനായ ഈശോയും പരിശുദ്ധാരൂപിയും അവളെ ആശീർവദിച്ചു. തുടർന്ന് പരിശുദ്ധ മറിയം തന്റെ ചാവരുൾ ഇപ്രകാരം തയ്യാറാക്കി കുറിച്ചു: ഏറ്റവും ഉന്നതനും നിത്യനുമായ കർത്താവേ, ഈ ഭൂമിയിലെ ഏറ്റവും നികൃഷ്ടയായ ഒരു പുഴു മാത്രമായ ഞാനിതാ എന്റെ സമസ്ത ആത്മാവോടും കൂടി ഏറ്റവും താഴ്മയായി നിന്നെ ഏറ്റുപറയുന്നു. നീ പിതാവും പുത്രനും റുഹാദ കുരിശിയുമായ 3 വ്യത്യസ്ത വ്യക്തികളും അതേസമയം ഗാഠമായ സത്തയിൽ അവിഭാജ്യരും നിത്യരും അനന്തതയുള്ളവരും പൂർണ്ണരിൽ പൂർണ്ണരുമാകുന്നു. പ്രപഞ്ചാദി പ്രപഞ്ചങ്ങളിൽ സത്തയുള്ള എല്ലാറ്റിനും സ്രഷ്ടാവും സംരക്ഷകനുമാകുന്നു.
അവിടുത്തെ രാജകീയ സാന്നിധ്യത്തിൽ ഇതാ ഞാൻ ഏറ്റുപറയുന്നു, ഈ നശ്വര ജീവിതത്തിലെ സ്വന്തമെന്ന് പറയാവുന്ന സ്വത്തുക്കൾ ഒന്നും തന്നെ എനിക്കില്ല. അതിനാൽ അവയൊന്നും എനിക്ക് ഉപേക്ഷിക്കാനുമില്ല. എന്തെന്നാൽ എനിക്ക് സ്വന്തമായുള്ളതും ഞാൻ പൂർണ്ണമായി സ്നേഹിച്ചതുമായ ഒരേയൊരു കാര്യം നീ മാത്രമാകുന്നു. നീയാകുന്നു എനിക്കുള്ള എല്ലാ നന്മയും സമ്പത്തും. ആകാശത്തിലെ ഉന്നത ലോകങ്ങൾക്കും നക്ഷത്രജാലങ്ങൾക്കും ഗോളാന്തര ഗോളങ്ങൾക്കും പഞ്ചഭൂതങ്ങൾക്കും സകല സൃഷ്ടിജാലങ്ങൾക്കും ഞാനിതാ നന്ദി പറയുന്നു. എന്തെന്നാൽ അവിടുത്തെ തിരുഹിതമനുസരിച്ച് അവ അയോഗ്യയായ എന്നെ പരിപാലിച്ചിരിക്കുന്നു. എത്രയും സ്നേഹത്തോടെ ഞാൻ അവരോട് അവിടുത്തെ സേവിക്കാനും വാഴ്ത്താനും മഹത്വപ്പെടുത്താനും അപേക്ഷിക്കുന്നു. തങ്ങളുടെ ദൈവനിയോഗപ്രകാരമുള്ള ധർമ്മനിർവഹണം വഴി അത് പ്രകടിപ്പിക്കണം. ഇനിയുള്ള യുഗങ്ങളിലും എന്റെ സഹജീവികളെയും സംരക്ഷിച്ച് സന്തുഷ്ടരാക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അവർ സ്വധർമ്മം സ്തുത്യർഹമായി നിർവഹിക്കുന്നതിനായി നീ എനിക്ക് ഈ വിശേഷ ബുദ്ധിയില്ലാത്ത സൃഷ്ടികളുടെ മേൽ ഏൽപ്പിച്ചു തന്ന അവകാശ അധികാരങ്ങളെ മനുഷ്യവർഗത്തിന് ഏൽപ്പിച്ചു നൽകുന്നു. അതുവഴി അവ മനുഷ്യവർഗത്തെ സേവിക്കുമാറാകട്ടെ. 2 ഉടുപ്പുകളും 1 മേൽവസ്ത്രവും എനിക്ക് സ്വയം മറയ്ക്കാനായി ഉണ്ടായിരുന്നത് ഞാൻ യോഹന്നാന് നൽകുന്നു. അവനെ എന്റെ പ്രിയപുത്രനായി കരുതിയിരിക്കുന്നതിനാൽ അവന് അത് സ്വന്തമായി ഉപയോഗിക്കാം. ഭൂമിക്ക് എന്റെ ഭൗതിക ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. എന്തെന്നാൽ എന്നെ സേവിക്കുകയും ഭൂമിയിലെ സമസ്ത ചരാചരങ്ങൾക്കും അവൾ അമ്മയുമായിരിക്കുന്നു. എന്റെ ആത്മാവ് ദേഹത്തെ വെടിയുമ്പോൾ, ഓ എന്റെ കർത്താവെ, ഞാനതിനെ നിന്റെ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അതുവഴി എന്റെ ആത്മാവ് നിത്യകാലത്തേക്ക് നിന്നെ സ്തുതിക്കാനിടയാകട്ടെ. എന്റെ എല്ലാ യോഗ്യതകളും നിന്റെ പ്രസാദവര സ്പർശത്താൽ എന്റെ അധ്വാനങ്ങളിലും ശ്രമങ്ങളിലും കൂടി നേടിയതാകുന്നു. അവയെല്ലാം പരിശുദ്ധ സഭയ്ക്ക് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സഭയാകുന്നു എന്റെ അമ്മയും പിന്തുടർച്ചാവകാശിയും. അതിനാൽ ഞാൻ നിന്റെ അനുവാദത്തോടെ അവയെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അവ വരും കാലങ്ങളിൽ അഭിവൃദ്ധിയും മഹത്വവും നേടട്ടെ. എന്നാൽ ഇതിനെല്ലാം മീതെ ഞാൻ ഇതാണ് ആഗ്രഹിക്കുന്നത്, അവയെല്ലാം അവിടുത്തെ തിരുവിഷ്ടം ഉയർത്തിപ്പിടിക്കുന്നതിനും അവിടുത്തെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറുന്നതിനും ഇടയാകട്ടെ. എല്ലാ രാജ്യങ്ങളും നിന്നെ അറിയുകയും നിന്റെ സ്നേഹം നുകരുകയും നിന്നെ ആരാധിക്കുകയും നീ സത്യദൈവമെന്ന് പ്രഘോഷിക്കുകയും ചെയ്യട്ടെ. രണ്ടാമതായി ഞാൻ ഈ യോഗ്യതകളെ എന്റെ ഗുരുക്കന്മാരും അപ്പസ്തോലന്മാരും വൈദികരുമായി ഇപ്പോഴുള്ളവരും ഇനിയുള്ള യുഗങ്ങളിൽ വരാനിരിക്കുന്നവരുമായവർക്ക് സമർപ്പിക്കുന്നു. അതിലൂടെ അവർ നിന്റെ കരുണയാൽ യോഗ്യരായ ദാസന്മാരും തങ്ങളുടെ ജീവിതാന്തസ്സിന് ചേരും വിധം ജ്ഞാനവും സദ്ഗുണങ്ങളും വിശുദ്ധിയും നിറഞ്ഞ് നിന്റെ രക്തത്താൽ അനേകം ആത്മാക്കളെ വിശുദ്ധീകരിച്ച് നിനക്കായി നേടാനും ഇടയാകട്ടെ. മൂന്നാമതായി ഞാൻ അവയെ എന്റെ വിശ്വസ്തരായ സഹായികൾക്ക് നന്മയുണ്ടാകാനും അവർക്ക് നിന്റെ വരപ്രസാദവും സംരക്ഷണവും ലഭിച്ച് ഒടുവിൽ നിത്യജീവനിൽ എത്തിച്ചേരാനും വേണ്ടി സമർപ്പിക്കുന്നു. നാലാമതായി എന്റെ പ്രവൃത്തികളും പ്രാർത്ഥനകളും ഞാൻ അർപ്പിച്ച സേവനങ്ങളും അവിടുത്തെ ഹൃദയത്തെ ചലിപ്പിക്കുകയും പാപത്തിൽ വീണുപോകുന്ന മക്കളെ നിന്റെ അനന്ത കരുണ സ്പർശിക്കുകയും അങ്ങനെ അവർ പാപാവസ്ഥയിൽ നിന്ന് രക്ഷ നേടി നിന്നിൽ അഭയം പ്രാപിക്കാൻ ഇടയാകുന്നതിനും വേണ്ടി സമർപ്പിക്കുന്നു. ഈ നാഴിക മുതൽ ഞാൻ അവർക്കായി നിന്റെ ദിവ്യ സാന്നിധ്യത്തിലിരുന്ന് പ്രാർത്ഥിക്കുകയും ലോകാവസാനത്തോളം അത് തുടരുകയും ചെയ്യും. എന്റെ കർത്താവായ ദൈവമേ, ഇതാണ് എന്റെ അന്ത്യാഭിലാഷവും ചാവരുളും. ഈ പ്രസ്താവത്തിന്റെ അവസാനത്തിൽ പരിശുദ്ധ രാജ്ഞിയുടെ ആഗ്രഹങ്ങളെ പരിശുദ്ധ ത്രിത്വം അംഗീകരിക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്തു. രക്ഷകനായ ക്രിസ്തു ഇതിന് ആധികാരികത സ്ഥാപിക്കുന്നതിനായി തന്റെ മാതാവിന്റെ ഹൃദയത്തിൽ താഴെ പറയുന്ന വചനം കുറിച്ചുകൊണ്ട് അത് സാക്ഷ്യപ്പെടുത്തി. നീ ആഗ്രഹിക്കുകയും നിയോഗിക്കുകയും ചെയ്യുന്നത് പ്രകാരം സംഭവിക്കട്ടെ. ആദത്തിന്റെ സന്തതികളും പ്രത്യേകമായി വരപ്രസാദത്തിന്റെ നിയമത്തിൽ പിറന്നവരുമായ നമുക്ക് പരിശുദ്ധ അമ്മ തന്റെ നിഗൂഢമായ ചാവരുൾ വഴി ഏൽപ്പിച്ചു തന്ന ഈ ഒരേയൊരു കാര്യത്താൽ, അതായത് അവളുടെ അനന്തരാവകാശികൾ എന്ന പദവി ചാർത്തി തന്നത് മാത്രം പരിഗണിച്ചാൽ ഏതു വാക്കിൽ നന്ദി പ്രകാശിപ്പിച്ചാലാണ് മതിയാവുക? നാം പ്രതിനന്ദി പ്രകാശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നിരിക്കട്ടെ. നമ്മുടെ മുഴുവൻ ജീവിതവും രക്തസാക്ഷികളും വിശുദ്ധരും ഏറ്റെടുത്ത സഹന മരണങ്ങളൊക്കെയും പ്രത്യുപകാരമായി സമർപ്പിച്ചാൽ പോലും നമ്മുടെ കടപ്പാടുകൾ തീരുകയില്ല. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ. സാത്താൻ ലോകത്തിൽ വ്യാപരിപ്പിച്ചിട്ടുള്ള അസംബന്ധം നിറഞ്ഞ പ്രമാദങ്ങളിൽ മറ്റേതിനേക്കാളും കുൽസിതവും അപകടകരവുമായ കാര്യം ഇതാണ്: മരണത്തിന്റെ മണിക്കൂറിനെ മറക്കുന്നതും മരണശേഷം കാർക്കശ്യവുമുള്ള
വിധിയാളന്റെ മുൻപിൽ ഹാജരാകേണ്ടി വരും എന്ന കാര്യവും മകളെ നീ ഓർക്കുക. ഇതാ ഇപ്പറഞ്ഞ വാതിലിൽ കൂടിയാണ് പാപം ലോകത്തിൽ രംഗപ്രവേശനം ചെയ്തത്. സർപ്പം സ്ത്രീയെ തെറ്റിദ്ധരിപ്പിച്ച് വീഴ്ത്തിയ വാക്കുകൾ ഓർക്കുക. അവൾ മരിക്കില്ല എന്നും ആയതിനാൽ അതേപ്പറ്റി ചിന്തിക്കുക വേണ്ടെന്നും ഉൽപ്പത്തി 11:4. ഇപ്രകാരം വഞ്ചിതരായി എണ്ണമറ്റ വിഡ്ഢികൾ മരണത്തെ മറന്നു ജീവിക്കുന്നു. അവർ തങ്ങളെ കാത്തിരിക്കുന്ന നിത്യദുരിതത്തെ മുൻപിൽ കാണാതെ മരിക്കുകയും ചെയ്യുന്നു. ഇപ്രകാരമുള്ള മനുഷ്യരുടെ വികൽപ്പങ്ങൾ നിന്നെയും ഗ്രസിക്കാതിരിക്കാൻ നീ നിന്റെ മരണത്തിന്റെ അനിവാര്യതയും അതിൽ നിന്നും വിടുതലില്ലെന്ന കാര്യവും എപ്പോഴും സ്മരിക്കുക. നീ ഓർക്കുക, നീ ഏറെ നവീകരിക്കുകയും തീരെ കുറച്ചു മാത്രം തിരികെ നൽകുകയും ചെയ്തിരിക്കുന്നു. തന്റെ ജീവിത മണ്ഡലത്തിൽ എത്രത്തോളം സമൃദ്ധിയായി നിനക്ക് വരദാനങ്ങൾ നൽകപ്പെടുന്നുവോ അത്രത്തോളം കർക്കശമായിരിക്കും കണക്കു കൊടുക്കലിന്റെ വേളയെന്നും സ്മരിക്കുക. വിധിയാളൻ കഠിനമായി വിധിക്കും. നീ നിന്റെ എല്ലായിടത്തും എല്ലായ്പ്പോഴും സർവാത്മന സമർപ്പണത്തോടുകൂടി സഹകരിക്കുകയും സേവനമർപ്പിക്കുകയും ചെയ്യുക. ഇക്കാര്യത്തിൽ മറവിയോ അവധിയോ അശ്രദ്ധയോ പാടില്ല.